മലപ്പുറം ചുങ്കത്തറയിലേക്ക് പോവുകയാണ്. അവിടെ ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി സംഘർഷം നടക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറം ചുങ്കത്തറയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംഘർഷ സാഹചര്യം ഉള്ളത്. നടു റോഡിൽ പാർട്ടി പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണുള്ളത്. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, എന്താണ് ചുങ്കത്തറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പഞ്ചായത്തിൽ പ്രസിഡന്റ് CPM ഭരിക്കുന്ന പഞ്ചായത്താണ് ചുങ്കത്തറ. അവിടെ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം ചർച്ച 11 മണിക്ക് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നു. 10 അംഗങ്ങൾ വീതമുള്ള 20 അംഗ കമ്മിറ്റിയിൽ 10 അംഗങ്ങളുടെ LDFനും UDFനും ഉണ്ട്. അതിനകത്ത് ഒരംഗം PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഒരു നേതാവിന്റെ ഭാര്യയാണ് CPMലെ ഒരംഗം. അവർ ഇന്ന് കാലുമാറുമെന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. അത് കാരണം CPMന് ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 11 മണിക്കാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നത്. വലിയ തോതിൽ CPMന്റെയും അതുപോലെ തന്നെ UDFന്റെയും പ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ പ്രവർത്തകർ വന്നതാണ് ഇപ്പോൾ തർക്കത്തിന് കാരണമായിരിക്കുന്നത്. ഈ തർക്കം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിൽ PV അൻവറും സ്ഥലത്തെത്തിയിരുന്നു. PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘവും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഒരു സംഘർഷത്തിന് കാരണമായിരിക്കുകയാണ്. ഇപ്പോഴും PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള പ്രാദേശിക നേതാക്കൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ഒരു പ്രവർത്തകനെ കടയിൽ കയറി ആക്രമിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായി. അങ്ങനെ വലിയ സംഘർഷാവസ്ഥയാണ്. 11 മണിക്കാണ് ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യേണ്ടത്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുഴുവൻ അംഗങ്ങളും പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. 10 പേർ UDFന്റെയും 10 പേർ LDFന്റെയും എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ 10 അംഗങ്ങളുള്ള ഒരംഗം കൂറുമാൻ സാധ്യതയുള്ള നുസൈബ സുധീറാണ്. ഈ നുസൈബ സുധീറും നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 20 പേരും പഞ്ചായത്ത് ഓഫീസിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ റോഡിൽ നടക്കുന്നത്. വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് CITU ഇന്നത്തെ ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രണ്ടു ഭാഗവും തേടി തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പോലീസ്
പോലീസ് ഇടപെട്ട് തർക്കവും അക്രമ സംഭവങ്ങളും ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിനിടയിലാണ് ഒരു പ്രവർത്തകരെ കടയിൽ കയറി അടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് സമയത്ത് ലാത്തി വീശുകയും ചെയ്തു. എന്തായാലും സംഘർഷം തുടരുകയാണ്. ലക്ഷ്മി, LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെയാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. 11 മണിയോടെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അതിനിടെ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോലീസ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നടു റോഡിൽ ഇരു പാർട്ടികളിലെയും പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ്. TV അൻവറിന്റെ കൂടി പിന്തുണയിലാണ് ഈ അവിശ്വാസം കൊണ്ടുവരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശാന്തകുമാർ, ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണോ? ഈ പാർട്ടി പ്രവർത്തകരെ നിയന്ത്രിക്കാൻ അവിടെ പ്രാദേശിക നേതാക്കളൊന്നുമില്ലേ? എന്താണ് സ്ഥിതി? PV അൻവറിന്റെ PV അൻവർ, അതുപോലെ DCC പ്രസിഡന്റ് VS ജോയ് ഉൾപ്പെടെ ഇപ്പോൾ ഒരു കടയ്ക്കുള്ളിലാണ്. ഇവരെ ആക്രമിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നേരത്തെ നടന്നത്. അതിന്റെ നേരെ അപ്പുറത്ത് തന്നെ CPM-ന്റെ പ്രവർത്തകരും ഇപ്പോൾ നിൽക്കുകയാണ്. ഒരു സംഘർഷ സാഹചര്യം. PV അൻവർ, VS ജോയ് ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ റോഡിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയിലേക്കാണ്. കാരണം വലിയ തോതിൽ ആൾക്കൂട്ടമുണ്ട്. ഇരു മുന്നണികളും, ഈ LDF-ഉം UDF-ഉം ഒപ്പം തന്നെ PV അൻവറിന്റെ വിഭാഗം ചുങ്കത്തറയിലാണ് ഈ സംഭവം. ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് UDF. PV അൻവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അൻവറിനെ UDF പ്രവർത്തകർ എടുത്തു പൊക്കി ആവേശം പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശാന്തകുമാർ, ഏതായാലും ഈ വിഷയത്തിൽ അൻവറിന്റെ ഇടപെടൽ, അൻവർ ആ സ്ഥലത്തെത്തുന്നു. അൻവറിനെ UDF പ്രവർത്തകർ തോളിലേറ്റി ആനയിക്കുകയാണ്. അൻവർ പൂർണ്ണമായും UDF-ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല. അൻവറിന്റെ മനസ്സ് അങ്ങനെയാണെങ്കിൽ പോലും ഒരു UDF പ്രവേശനമൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും അവിടുത്തെ UDF-കാർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ജനങ്ങൾ എടുക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന അവിശ്വാസ പ്രമേയം ചർച്ചത്തിലേക്ക് കിടക്കുകയാണ്. തൊട്ട് അരമണിക്കൂർ മുമ്പ് വന്ന ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് കരുളായിൽ 397 വോട്ടിനാണ് UDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. 62 വോട്ടിന് ജയിച്ച സ്ഥലത്താണ് 397 വോട്ട്. അവിടെ LDF-ന്റെ
വെഞ്ഞാറമൂട്ടിലേക്ക് പോവുകയാണ്. പിണറായിസത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഓരോ ദിവസവും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചെത്താം.